Dear students, we were discussing the different current challenges facing the Indian economy, and one of the major problem that is affecting the economy as a whole, it is poverty. So it is very important that the situation of poverty or the reasons, causes of poverty in India have to be understood. So poverty and its definition, it is a state or condition in which a person lacks financial resources for a minimum standard of living. ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അറ്റൈൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇല്ലാത്ത ഒരവസ്ഥേനെ അതിനെയാണ് പോവർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പോവർട്ടി മീൻസ് ദാറ്റ് ഇൻകം ലെവൽ ഫ്രം എംപ്ലോയ്മെന്റ് ഇസ് സോ ലോ. അതായത് എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ പോലും കിട്ടുന്ന വരുമാനം അവരുടെ ഹ്യൂമൻ നീഡ്സ്, ബേസിക് ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും പോലും വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് പോവർട്ടി എന്നുള്ള അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വേൾഡ് ബാങ്കിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിപ്രിവേഷൻ ഇൻ വെൽബീയിങ് ആൻഡ് കംപ്രൈസ് മെനി ഡയമെൻഷൻ. ടോട്ടൽ വെൽബീയിങ്ങിലുള്ള ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു കാര്യമാണ് പോവർട്ടി എന്ന് പറയുന്നത്. ലോ ഇൻകം, ബേസിക് ഗുഡ്സ് ആൻഡ് സർവീസ് അക്വയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതായത് ജീവിക്കാൻ ആവശ്യമായ അത്യാവശ്യ കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെയാണ് പോവർട്ടി എന്ന് പറയുന്നത്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ഫെസിലിറ്റി, ഫിസിക്കൽ സെക്യൂരിറ്റി, അങ്ങനെയുള്ള എല്ലാ ഡയമെൻഷൻസും ഈ പറയുന്ന പോവർട്ടി എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം വെറുതെ ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ വീട് മാത്രം ഇല്ലാത്തൊരവസ്ഥയല്ല പോവർട്ടി. അതിനപ്പുറം നമുക്ക് ഒരാളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വീടുണ്ട്, ഭക്ഷണമുണ്ട്, അതുപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇങ്ങനെയുള്ള എല്ലാ ഡയമെൻഷൻസും ഇൻക്ലൂഡ് ചെയ്യും പോവർട്ടി എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട്. ഓക്കെ, സോ ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ പോവർട്ടി ഇൻ ഇന്ത്യ ഇസ് അക്കോർഡിംഗ് ടു 2011 ഡേറ്റ, 21.9% of the population lives below the national poverty line. 2014 സെൻസസ് 2011 ബേസിസിലാണ് നമ്മൾ പറയുന്നത്. 21.9% പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈനിൽ അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് 2018 വരുമ്പം ടോട്ടൽ വേൾഡിലുള്ള വർക്കേഴ്സിനെയും അവരുടെ ഫാമിലീസിനെയും നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 8% ഓഫ് ദ വേൾഡ്സ് വർക്കേഴ്സ് ലീവ്സ് ഓൺ ലെസ് ദാൻ $1.90% പെർ ഡേ. ടോട്ടൽ വേൾഡിന്റെ സിറ്റുവേഷൻ ആണ് 2000. റീസെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ടോട്ടൽ വർക്കേഴ്സ് ഇൻ ദ വേൾഡ് അതിൽ 8% ആൾക്കാർ ഇന്റർനാഷണൽ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1.90 പെർ പേഴ്സൺ പെർ ഡേ. ഒരു ദിവസം ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ $1.90 അതാണ് ഇന്റർനാഷണൽ പോവർട്ടി ലൈനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അതിലും താഴെയുള്ള വരുമാനം മാത്രമാണ് 8% വേൾഡ് വർക്കേഴ്സിനുള്ളത്. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ എംപ്ലോയിഡ് പോപ്പുലേഷൻ ഈ ഒരു $1.90 താഴോട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10.7% ആണ് ഇന്ത്യയിലെ മാത്രം. ഏറ്റവും റീസെന്റ് ഡേറ്റ അനുസരിച്ച് 2019 ഡേറ്റ അനുസരിച്ച്. അതുപോലെ തന്നെ ഓരോ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും അതിൽ 37 പേര് 5 വയസ്സാകുന്നതിന് മുന്നേ മരിക്കുന്നു. അപ്പം 5 വയസ്സാകുന്നതിന് മുന്നേ മരിച്ചു പോകുന്നെങ്കിൽ അതിന്റെ പ്രധാന കാരണം മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ വേണ്ട തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല, ദാരിദ്ര്യം എന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കൂടുതലും ഈ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ വലിയൊരു ഡേറ്റയാണ്. ആൻഡ് നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചാണ് ഈ ഏറ്റവും റീസെന്റ് ആയിട്ട് ബിലോ പോവർട്ടി ലൈൻ, ഇന്റർനാഷണൽ പോവർട്ടി ലൈന് താഴെ 10.7% ഇന്ത്യക്കാര് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു. So the figure itself shows the pathetic situation of poverty in India, and according to Kofi Annan, biggest enemy of health in the developing world is poverty. ഏത് ഡെവലപ്പിംഗ് രാജ്യത്താണെങ്കിലും ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പോവർട്ടി തന്നെയാണ്. പോവർട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എന്ത് ഡെവലപ്മെന്റ് വന്നാലും ആൾക്കാർ ദാരിദ്ര്യത്തിലാണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. So currently 2019 Indian government stated that 6.7% of population is below the official poverty limit. അതായത് ഇന്ത്യയിൽ 2019 ഡേറ്റ പ്രകാരം, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡേറ്റ പ്രകാരം ഒഫീഷ്യൽ പോവർട്ടി ലിമിറ്റിന് താഴെ 6.7% പോപ്പുലേഷൻ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഹങ്കർ, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യും, വേർ ദ കൺട്രീസ് ആർ ക്ലാസിഫൈഡ് വിത്ത് ലെവൽ ഓഫ് ഹങ്കർ. ഓരോ രാജ്യത്തിനും അവിടുത്തെ പട്ടിണി അല്ലെങ്കിൽ ഹങ്കർ ന്റെ ബേസിസിൽ രാജ്യങ്ങളെ റാങ്ക് ചെയ്യും. അതിൽ 102ാമത്തെ റാങ്കിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഔട്ട് ഓഫ് 117 കൺട്രീസ് ഇന്ത്യ റാങ്ക്സ് 102 ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. അപ്പോൾ അത്
എന്ന് പറയുന്ന സീരിയസ് ലെവൽ ഓഫ് ഹങ്കർ കാറ്റഗറിയിലാണ് ഇന്ത്യ വരുന്നത്, അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് ഹങ്കർ ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ. സോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഹങ്കർ ഇൻഡെക്സ് നോക്കുമ്പോൾ അണ്ടർ നറിഷ്മെന്റ്, ചൈൽഡ് സ്റ്റണ്ടിങ്, ചൈൽഡ് വേസ്റ്റിംഗ്, ചൈൽഡ് മോർട്ടാലിറ്റി, ഈ 4 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ 4 ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല, വളർച്ച ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ ഒരുപാട് മരണനിരക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൂടുന്നു. ഇതെല്ലാം പോവർട്ടിയുടെ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് ആണ്. Now there are mainly 2 types of poverty. Basically നമുക്ക് പോവർട്ടിനെ 2 തരത്തിൽ പറയാം. അബ്സല്യൂട്ട് പോവർട്ടി ഉണ്ട്, റിലേറ്റീവ് പോവർട്ടി ഉണ്ട്. അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത് എ കണ്ടീഷൻ വെർ ഹൗസ് ഹോൾഡ് ഇൻകം ഇസ് ബിലോ ദി നെസസറി ലെവൽ. അതായത് അബ്സല്യൂട്ട്ലി ഇപ്പം ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ 100 രൂപ വേണമെന്നുണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് താഴെയുള്ള ഹൗസ് ഹോൾഡ് ഇൻകത്തിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത്. അത് അബ്സല്യൂട്ട്ലി ഒരു വാല്യൂ, ഒരു ടേം ഓഫ് ഒരു പർട്ടിക്കുലർ വാല്യൂവിന്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന്റെ ബേസിസിൽ നമ്മൾ പോവർട്ടിനെ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ, ഇപ്പോൾ 2 ആൾക്കാരെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ആൾക്ക് 101 രൂപയാണ് സാലറി, രണ്ടാമത്തെ ആൾക്ക് 90 രൂപയാണ് സാലറി. രണ്ടാമത്തെ ആള് പുവറാണ്, അതായത് 100 രൂപ എന്ന് പറയുന്ന ആ ലിമിറ്റിന് താഴോട്ട്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് രാജ്യങ്ങളെ തമ്മിലോ ആൾക്കാരെ തമ്മിലോ സ്റ്റേറ്റുകളെ തമ്മിലോ ഒക്കെ ഈ അബ്സല്യൂട്ട് പോവർട്ടിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ്ലി ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1990. 90കളിലാണ് ഈ ഒരു അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ദ ഡോളർ എ ഡേ പോവർട്ടി ലൈൻ മെഷർ, അതായത് ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോളർ, ആ ഒരു ബേസിസിലാണ് പോവർട്ടി ലൈൻ അബ്സല്യൂട്ട് പോവർട്ടി മെഷർ ചെയ്തത്. ആൻഡ് 2015ലാണ് വേൾഡ് ബാങ്ക് ഈ ഒരു അബ്സല്യൂട്ട് പോവർട്ടി ലൈൻ 1.90 പെർ ഡേ $US പെർ ഡേ എന്ന് ആക്കി. ഇപ്പോൾ 2015 തൊട്ട് പോവർട്ടി ലൈൻ റീസെറ്റ് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ $1.90 ഡോളർ വേണം എന്നുള്ളതാണ് വേൾഡ് ബാങ്ക് കൊണ്ടുവന്ന ഒരു ലിമിറ്റ്. അപ്പോൾ അതാണ് അബ്സല്യൂട്ട് പോവർട്ടി. നൗ ദ റിലേറ്റീവ് പോവർട്ടി മീൻസ് ഇറ്റ് ഇസ് എ സോഷ്യൽ പെർസ്പെക്റ്റീവ്. അതൊരു നമ്മൾ കറക്റ്റ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മൾ എങ്ങനെ ഒരു പോവർട്ടി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ എടുക്കുന്നു, അതിന്റെ ബേസിസിൽ നമ്മൾ പോവർട്ടിനെ റിലേറ്റീവ് കമ്പയർ ചെയ്യുവാണ്. സോ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കമ്പയർ ടു ഇക്കണോമിക് സ്റ്റാൻഡേർഡ്സ് ഓഫ് പോപ്പുലേഷൻ ലിവിങ് ഇൻ സറൗണ്ടിങ്സ്, അതാണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. മെഷർ ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റി ആണ്. ചിലപ്പോൾ 90 രൂപ വരുമാനമുള്ള ആളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആയിരിക്കും, 101 രൂപ വരുമാനമുള്ള ആളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ലോ ആയിരിക്കും. അയാൾക്ക് ആകെ കിട്ടുന്ന 101 രൂപയായിരിക്കും. അതുകൊണ്ട് അയാൾക്കൊരു 10 പേരെ വീട്ടിൽ കാണുമ്പോൾ എന്താണ് നോക്കാനായിട്ട്, മറ്റേ ആൾക്ക് 90 രൂപയുള്ളൂ, അയാൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അയാൾക്ക് അത് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പോപ്പുലേഷൻ, ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലിവിങ് സിറ്റുവേഷന്റെ ബേസിസിൽ നമുക്ക് കമ്പയർ ചെയ്യുവാണ്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെഷേർഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വിത്ത് ഇൻകം ലെസ് ദാൻ സം ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് മീഡിയൻ ഇൻകം. ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകത്തിന്റെ താഴോട്ട് അവിടെ നമ്മൾ ലിമിറ്റ് വെക്കുന്നുണ്ട്, എങ്കിലും ഒരു റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. സോ ദാറ്റ് ഈസ് ദ റിലേറ്റീവ് പോവർട്ടി. ആൻഡ് വൈ ദിസ് പോവർട്ടി നമ്പേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്? ഓക്കെ, പോവർട്ടി നമ്പേഴ്സ് എന്തുകൊണ്ടാണ് വളരെ പ്രാധാന്യമുള്ളത്? ബിക്കോസ് എന്ത് തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിൽ അവിടുത്തെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലൈഫ് സിറ്റുവേഷൻസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സിറ്റിസൺസ് മാറ്റേഴ്സ് ഇൻ എനി നേഷൻ. ഒരു രാജ്യം എത്രമാത്രം പുരോഗതി നേടുന്നു, എത്രമാത്രം വളരുന്നു, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ജനങ്ങളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ജനങ്ങളുടെ ജീവിതം വളരെ ദുരന്തത്തിലാണെങ്കിൽ കുറെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്തു, ഗ്രോത്ത് അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പൊ സ്കീംസ് അന്ത്യോജന, അന്ന യോജന, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, ഇങ്ങനെ പോവർട്ടി ഇറാഡിക്കേഷൻ സ്കീമുകളുണ്ട് ഒരുപാട്. അതായത് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പല പോവർട്ടി സ്കീമുകളും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്കീമുകളൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ എങ്ങനെ ഈ പറയുന്ന സ്കീം ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് പോവർട്ടി നമ്പർ നമുക്ക് വേണം. അപ്പൊ നീതി ആയോഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് നീതി ആയോഗ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ പോവർട്ടിക്ക് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന സെൻട്രൽ വെൽഫെയർ സ്കീമുകളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ ഓരോ സ്റ്റേറ്റിലെയും ദരിദ്രരായ ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശതമാനത്തിന് അനുസരിച്ചായിരിക്കും ഓരോ സ്റ്റേറ്റുകൾക്കും ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എക്സ്ക്ലൂഷൻ എററുകൾ പലപ്പോഴും സംഭവിക്കാം. അങ്ങനെ എറർ സംഭവിക്കുമ്പോൾ എന്താണ് എലിജിബിൾ ആയിട്ടുള്ള പല ആൾക്കാരും ചിലപ്പോൾ പുറത്താകും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പോവർട്ടി നമ്പർ എപ്പോഴും ആവശ്യം തന്നെ ആണ്. And this is very important with respect to poverty in India. So we have to look what are the different causes of poverty in India. So the main reason or the cause of poverty in India is the rapidly rising population. So over the years the population in India is increasing. കഴിഞ്ഞ ഒരു 45 വർഷം നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഏകദേശം 17 മില്യൺ പീപ്പിൾ ആഡ് ചെയ്യപ്പെടുവാണ് നമ്മുടെ പോപ്പുലേഷനിലോട്ട്. അപ്പൊ ഇങ്ങനെ പോപ്പുലേഷൻ കണ്ടിന്യൂസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് പോപ്പുലേഷന്റെ ഫുഡ് ആൻഡ് അതർ കൺസംഷൻ ഡിമാൻഡുകൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇൻക്രീസിങ് പോപ്പുലേഷന്റെ എല്ലാ ഡിമാൻഡുകളും മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോവർട്ടി അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കും. സോ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് പോവർട്ടി. അനദർ വൺ ഇസ് ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. സോ അഗ്രികൾച്ചർ നമ്മൾക്കറിയാം ഇന്ത്യൻ ഇക്കോണമി ബേസിക്കലി ആൻ അഗ്രികോറിയൻ ഇക്കോണമി. അഗ്രികൾച്ചർ സെക്ടറിൽ കാര്യമായി പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മോർ ദാൻ 50% ഓഫ് ദ ആൾക്കാർ ഇപ്പോഴും അഗ്രികൾച്ചർ സെക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ലോ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ that means the people have less scope for increasing their income. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഭൂമിയെല്ലാം എന്താണ് പറയുന്നത് സബ് ഡിവൈഡ് ചെയ്തു പോകുന്നു, ക്യാപിറ്റൽ ഇല്ല, അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇല്ലിറ്ററസി റീസൺ, അതുപോലെ ടെക്നോളജീസ് അല്ലെങ്കിൽ ഹൈ ഈൽഡിങ് സീഡ്സ്, പ്ലാന്റ്സ്, മെഷീനറീസ് ഇതൊന്നും ഉപയോഗിക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഫാമേഴ്സിനില്ല, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റികളില്ല. ഇങ്ങനെയുള്ള ഒത്തിരി കാരണങ്ങൾ കൊണ്ട് അഗ്രികൾച്ചർ മേഖല ഒരുപാട് നഷ്ടമുണ്ടാവുകയും അവിടുത്തെ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും കുറയുകയും ചെയ്യും. അതൊരു കാരണമാണ്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഇൻസഫീഷ്യന്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അഗ്രികൾച്ചർ മേഖലയായിട്ട് തന്നെ ബന്ധപ്പെടുത്തി പറയാം. അഗ്രികൾച്ചർ മേഖലയിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഫാമിംഗ് മേഖലയിൽ ഒരു ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് കാര്യമായിട്ട് വർധനവ് വരുന്നില്ല. നമ്മുടെ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സും ലാൻഡ് റിസോഴ്സും ഒക്കെ ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ദെൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്, ദോ ദർ ഈസ് ഡെവലപ്മെന്റ് ഇന്ത്യൻ ഇക്കോണമി, ബട്ട് ഈ ഒരു ഇന്ത്യൻ ഇക്കോണമി ഡെവലപ്മെന്റ് കാര്യമായിട്ടുള്ള ഇൻക്രീസ് വരുന്നില്ല. എസ്പെഷ്യലി ഈ പറയുന്ന 91 റീഫോംസിനൊക്കെ മുന്നുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി വെർ വെരി വെരി ലോ ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ ആഫ്റ്റർ റീഫോംസ് 91 ശേഷം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ LPG പോളിസികളൊക്കെ കൊണ്ടുവന്നു, അതിന്റെ ഭാഗമായിട്ട് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ റേറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ പ്രൈസ് റൈസ് ആൻഡ് സബ്സിക്വന്റ് ഇൻഫ്ലേഷൻ പ്രോബ്ലംസ്, ഇതൊക്കെ കാരണങ്ങളാണ്. അതായത് പ്രൈസ് റൈസ് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ദരിദ്രരായിട്ടുള്ളവർക്ക് പിന്നെയും അതൊരു വലിയ ബാധ്യതയാവുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് മിനിമം വാണ്ട്സ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വില കൂടുന്നതനുസരിച്ച് അവർക്ക് അതിനുള്ള വരുമാനമില്ല. അവർക്ക് പിന്നെയും അവർ പുവർ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റ് ഈസ് അനദർ ഫാക്ടർ വിച്ച് ഇസ് അഫക്റ്റിംഗ് കോസിംഗ് പോവർട്ടി ഇൻ ഇന്ത്യ. അൺഎംപ്ലോയ്മെന്റും ഈ പോവർട്ടി തമ്മിൽ എപ്പോഴും റിലേറ്റഡ് ആണ്. പോവർട്ടി ഈ പറയുന്ന അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ജോലി അവസരങ്ങൾ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ജോലിയില്ല, വരുമാനമില്ല, ദാരിദ്ര്യമായിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ കാര്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻക്രീസ് ചെയ്യുന്ന പോപ്പുലേഷൻ അനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ ജോബ് സീക്കേഴ്സ് കൂടുതലാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പൊ ഈ ജോബ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരുമ്പോഴും അവിടെ പോവർട്ടി വരും. ദെൻ ലാക്ക് ഓഫ് ക്യാപിറ്റൽ, ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ റിസോഴ്സുകൾ ഇല്ല. അതുപോലെ തന്നെ എന്റർപ്രനർഷിപ്പ്, പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പോസിബിലിറ്റീസും ഇവിടെ കുറവാണ്. അങ്ങനെ വരുമ്പം ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞാൽ ജോബ് ക്രിയേഷൻ ഇല്ല, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ആൾക്കാർക്ക് വരുമാനമില്ല, ജോലിയില്ല, വീണ്ടും ദാരിദ്ര്യം തന്നെ റിസൾട്ട്. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ്, മെയിൻ സോഷ്യൽ ഫാക്ടേഴ്സ്, ഈ ഒരു ഇക്കണോമിക് ഫാക്ടേഴ്സിന് പുറമെ സോഷ്യൽ ഫാക്ടേഴ്സ് ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദിസ് പോവർട്ടി ഇൻ ഇന്ത്യ. സോ പലതരത്തിലുള്ള നിയമങ്ങൾ, കാസ്റ്റ്, ട്രഡീഷൻ, ചില ജോലികളിൽ ചില ആൾക്കാർക്ക് കൊടുക്കുകയില്ല, ചില ആൾക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇങ്ങനെയുള്ള കുറെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഈ ഒരു രാജ്യത്ത് പോവർട്ടി ഇല്ലായ്മ ചെയ്യാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ സോഷ്യൽ ഫാക്ടേഴ്സും പോവർട്ടിയിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ കൂടുതലും പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ മേഖലയിലാണ്. അപ്പോൾ അവരുടെ ഈ പറയുന്ന ക്ലൈമാറ്റിക് പ്രശ്നങ്ങൾ, റെയിൻഫോള്,
ഫ്ലഡ്, ഡിസാസ്റ്റർ, എർത്ത് സൈക്ലോൺ, അതുപോലെ തന്നെ ഡ്രോട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അഗ്രികൾച്ചർ മേഖലയെ അത് കാര്യമായി ബാധിക്കുകയും അഗ്രികൾച്ചർ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പുവർ ആയിട്ടുള്ള ഫാമേഴ്സിനെ വീണ്ടും വീണ്ടും പോവർട്ടി സിറ്റുവേഷനിലോട്ട് നയിക്കുകയും ചെയ്യും. സോ ദീസ് ആർ ദ മെയിൻ കോസസ് ഓഫ് പോവർട്ടി ഇൻ India. So this figure just depicts the social, economic and governance causes of poverty: illiteracy, caste system, bonded labor, rapidly rising population, inflation, low agriculture profitability, unemployment, low level of income, lack of skill development, corruption, lack of reach of poverty elevation program, errors in poverty identification. അപ്പോൾ ഇതെല്ലാം പോവർട്ടിയിലേക്ക് നയിക്കും. അതായത് പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകൾ, അതുപോലെ പോവർട്ടി അലിവേഷൻ പല സ്കീമുകളും പ്രോഗ്രാമും ഒക്കെ ഉണ്ട്, ഇതൊന്നും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. ഇതെല്ലാം പോവർട്ടിനെ വീണ്ടും വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് പിക്ചർ ഷോസ് എ പോവർട്ടി ട്രാപ്പ്. ശരിക്കും പോവർട്ടി സിറ്റുവേഷൻ ഒരു ട്രാപ്പ് സിറ്റുവേഷനിൽ പെടുന്ന പോലെയാണ്. അതിൽ നിന്ന് പുറത്ത് ഇറങ്ങണമെങ്കിൽ വലിയ പാടാണ്. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ അതെല്ലാം വളരെ കുറഞ്ഞു നിൽക്കുമ്പോൾ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, ഗ്രോത്തും ഉണ്ടാവില്ല. അപ്പൊ ഗ്രോത്തിൽ എന്താ വരുന്നത്? ഇക്കണോമിക് ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെന്റ്, സേവിങ് ഒക്കെയാണ് ഇക്കണോമിക് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് മേഖലകൾ, ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇൻകം ലോ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ വരുമാനം ഇല്ലെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ ഇല്ല, ഹ്യൂമൻ ക്യാപിറ്റൽ ഇല്ല, പ്രൊഡക്ടിവിറ്റി ഇല്ല, വരുമാനമില്ല. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യും. തിരിച്ച് ഇൻകം ലോ ആയിട്ട് നിൽക്കുമ്പോൾ സേവിങ് അവിടെ ഇല്ല, സേവിങ് ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് ഇല്ല, ഇക്കണോമിക് ഗ്രോത്ത് ഇല്ലെങ്കിൽ ഇൻകം ഇല്ല. ഇതും ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊന്ന് പുറത്ത് ചാടാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ലോ ഇൻകം എന്നുള്ള പ്രശ്നം ഗ്രോത്തിനെയും തടസ്സപ്പെടുത്തും, ഡെവലപ്മെന്റിനെയും തടസ്സപ്പെടുത്തും. എപ്പോഴും ഒരു പോവർട്ടി ട്രാപ്പ് നമ്മുടെ ഇക്കോണമീനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. നൗ വാട്ട് ഇസ് പോവർട്ടി ലൈൻ? സോ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പറഞ്ഞു, പോവർട്ടി മെഷർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. പോവർട്ടി മെഷർ ചെയ്യണമെങ്കിൽ ഒരു ബേസ് വേണം. അതിനാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പോവർട്ടി ലൈനിന്റെ ഡെപ്ത് എത്രമാത്രം ആൾക്കാർ പുവർ ആയിട്ടുണ്ടെന്ന് നമ്മൾ ഈ പോവർട്ടി ലൈനെ ബേസ് ചെയ്താണ് പറയുന്നത്. സോ ഒഫീഷ്യൽ പോവർട്ടി ലൈൻ ഇസ് എക്സ്പെൻഡിച്ചർ ടു ഇൻകർ ടു ഒബ്റ്റെയിൻ ഗുഡ്സ് ഇൻ എ പോവർട്ടി ലൈൻ ബാസ്ക്കറ്റ്. ഒരു പോവർട്ടി ലൈൻ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ബേസിക് റിക്വയർമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന പോവർട്ടി ലൈൻ ബാസ്ക്കറ്റിലുള്ള ഗുഡ്സ് കൺസ്യൂം ചെയ്യാനായിട്ട് എത്രമാത്രം എക്സ്പെൻഡിച്ചർ അത്യാവശ്യമാണ്, അതാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം അതിന്റെ ഡെഫിനിഷൻ. ലെവൽ ഓഫ് ഇൻകം ടു മീറ്റ് മിനിമം ലിവിങ് കണ്ടീഷൻസ്. നമുക്ക് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ മിനിമം റിക്വയർമെന്റ്സ്, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം കാര്യങ്ങൾക്ക് ഈ പോവർട്ടി അതിന് എത്രമാത്രം ഇൻകം വേണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഈ പോവർട്ടി ലൈനിന്റെ ബേസിസിൽ ആണ്. സോ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ബേസിക് വെൽഫെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം, ഒരു മണി വാല്യൂ എത്രമാത്രമാണ്, അതായിരിക്കും ആ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിന്റെയും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും അവിടുത്തെ വളർച്ചയും അനുസരിച്ച് പോവർട്ടി ലൈൻ വ്യത്യാസമായിട്ടിരിക്കും. ആ രാജ്യത്തെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും വെൽഫെയറിനെയും ഒക്കെ ബേസ് ചെയ്തായിരിക്കും അവിടുത്തെ കൺസംഷൻ റിക്വയർമെന്റ്, അതുപോലെ അവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആക്സസിബിലിറ്റി, ഇതിന്റെ എല്ലാം ബേസിസിൽ പോവർട്ടി ലൈൻ വ്യത്യാസമായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ പോവർട്ടി ഈസ് യൂഷ്വലി എ റിലേറ്റീവ് കോൺസെപ്റ്റ്. ഒരു രാജ്യത്തിന്റെ പോവർട്ടി സിറ്റുവേഷൻ ലൈൻ ആയിരിക്കില്ല അടുത്ത രാജ്യത്ത്. ഇപ്പൊ ഈ രാജ്യത്ത് ജീവിക്കാൻ ഇത്ര രൂപ വേണം, പക്ഷെ അപ്പുറത്തെ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ ജീവിക്കാൻ കുറച്ചുകൂടി കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇറ്റ് ഈസ് റിലേറ്റീവ് കോൺസെപ്റ്റ്. ഒരു രാജ്യത്തുള്ള അവസ്ഥയായിരിക്കില്ല വേറെ രാജ്യത്ത്, ഒരു സ്റ്റേറ്റിലുള്ള അവസ്ഥയായിരിക്കില്ല മറ്റൊരു സ്റ്റേറ്റിൽ വരുന്നത്. പക്ഷെ ഇന്ത്യക്കകത്ത് നമുക്ക് ഒരു ബേസിക്കലി ഒരു പോവർട്ടി ലൈൻ ആയിരിക്കും ഓരോ നേഷനിലും ഉള്ളത്. So India is also having a well-defined, designed poverty measurement. A planning commission ആയിരുന്നു നോഡൽ ഏജൻസി ഫോർ എസ്റ്റിമേറ്റിംഗ് ദിസ് പോവർട്ടി. ഇപ്പൊ അത് നീതി ആയോഗ് ആണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ traditionally planning commission estimates number of people below poverty line as well as in rural and urban areas. Poverty estimation methodology പല എക്സ്പെർട്ട് ഗ്രൂപ്പുകളെയും അപ്പോയിന്റ് ചെയ്യും. അതിന്റെ ബേസിസിൽ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള പോവർട്ടി ലൈൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Planning Commission, now Niti Aayog is the nodal agency and they are providing this poverty line based on household consumer expenditure. National Sample Survey Office, Ministry of Statistics and Program Implementation കീഴിലുള്ള NSSO ആണ് ഈ ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഇൻകം ഓർ കൺസംഷൻ ലെവൽ. അപ്പോൾ ഒരു മിനിമം ലെവലിന് താഴോട്ട് ഇൻകം അല്ലെങ്കിൽ കൺസംഷൻ ലെവൽ പോവുകയാണെങ്കിൽ അവരെ നമ്മൾ ബിലോ പോവർട്ടി ലൈൻ പീപ്പിൾ എന്ന് പറയും. അപ്പോൾ നീതി ആയോഗ് ആണ് ഇപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. സോ BPL, ബിലോ പോവർട്ടി ലൈൻ. സോ അതൊരു ബെഞ്ച് മാർക്കാണ്
ഇക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഹൗസ് ഹോൾഡിനെ കണ്ടുപിടിക്കാനായിട്ട് ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന ഒരു എന്താണ് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ്, ഒരു ലിമിറ്റ് ആണ്. അതിന് താഴോട്ട് പോയാൽ അവരെയാണ് നമ്മൾ ബിലോ പോവർട്ടി ലൈൻ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു പെർ ക്യാപിറ്റ ഇൻകം പ്രൈസിന്റെ ബേസിസിലല്ല, ഇൻകത്തിന്റെ ബേസിസിലാണ് ഈ പോവർട്ടി ലൈൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇൻ ഇന്ത്യ ഫസ്റ്റ് ഒഫീഷ്യൽ റൂറൽ അർബൻ പോവർട്ടി ലൈൻ were introduced in 1979 by അലഗ് കമ്മിറ്റി. YK അലഗ് ഹെഡ് ചെയ്ത അലഗ് കമ്മിറ്റിയിലായിരുന്നു ഈ ഒരു പോവർട്ടി ലൈൻ സെറ്റ് ചെയ്തത്. ഓരോ 5 വർഷം കൂടുമ്പോഴും പോവർട്ടി ലൈൻ റീസെറ്റ് ചെയ്യും. ആൻഡ് അക്കോർഡിംഗ് ടു റീസെന്റ് എസ്റ്റിമേറ്റ്സ് ദ ത്രഷോൾഡ് ഇൻകം ഷുഡ് ബി മോർ ദാൻ ₹962. ഒരു മാസത്തെയാണ് പറയുന്നത് 962 രൂപ അർബൻ ഏരിയാസിലും 768 രൂപ റൂറൽ ഏരിയാസിലും. ദാറ്റ് ഈസ് പെർ ഡേ 32 രൂപ അർബൻ ഏരിയാസിലും പെർ ഡേ 26 രൂപ റൂറൽ ഏരിയാസിലും ജീവിക്കാൻ ആവശ്യമാണ്. ആ ഒരു ലെവലിന് താഴെയുള്ള ആൾക്കാരെല്ലാം ബിലോ പോവർട്ടി ലൈനായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടും. ഇനി UN മില്ലേനിയം ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് 88 മില്യൺ പീപ്പിൾ ഔട്ട് ഓഫ് 1.2 ബില്യൺ 2018-19 ഡാറ്റ അനുസരിച്ച് 1.2 ബില്യണിൽ ഏകദേശം 6.7% നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞതാണ്. 6.7% ഈസ് ലിവിംഗ് ബിലോ പോവർട്ടി ലൈൻ. US ഡോളർ അനുസരിച്ച് $1.25 ആണ് ഒരു ദിവസം ഇന്ത്യയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം. 2019 ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റേറ്റഡ് ദാറ്റ് 6.7%. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതായത് UN മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്തതാണ് ഈ ഒരു 6.7% എന്ന് പറയുന്നത്. ആൻഡ് കറന്റ് സ്റ്റാറ്റസ് 2019 Global Multidimensional Poverty Index has estimated that multidimensional poverty in India has fallen by 27.5%. മൾട്ടിഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പോവർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പുതിയൊരു ഇൻഡെക്സ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. എസ്റ്റിമേഷൻ ഓഫ് പുവർ ബേസ്ഡ് ഓൺ ഇൻകം ആൻഡ് അതർ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞത് ഇൻകത്തിനെ മാത്രം ബേസ് ചെയ്തായിരുന്നു ഇത്രയും നേരം സംസാരിച്ചത്. പക്ഷേ ഇൻകം മാത്രമല്ല, ഹെൽത്ത്, വർക്കിംഗ് കണ്ടീഷൻ, ലിവിംഗ് സ്റ്റാൻഡേർഡ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സിന്റെയും കൂടെ ബേസിസിലേ നമുക്ക് പോവർട്ടി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 6.1%. അപ്പം ഇതാണ് നമ്മുടെ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി വിത്ത് റെസ്പെക്ട് ടു പോവർട്ടി. താങ്ക് യു.